ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടുകൂടെ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് ദൈവത്താൽ സ്ഥാപിതമാക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ദൈവം സ്ഥാപിച്ചിട്ടുള്ള ഒന്നും ഒരിക്കലും ചീത്തയായിട്ടുള്ളത് അല്ലെങ്കിൽ നല്ലതല്ലാത്തത് ഒന്നുമില്ല. ദൈവം സൃഷ്ടിച്ച സകലത്തെ നോക്കി അവൻ നല്ലത് എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ നോക്കി കർത്താവ് പറയുന്നത് നല്ലത് എന്നാണ്. നിങ്ങൾക്കത് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ ഒരുമിച്ച് നമ്മുടെ ജീവിതത്തെ നോക്കി നല്ലത് എന്ന് പറയുകയാണെങ്കിൽ അത് നല്ലത് തന്നെയായിരിക്കും. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ കീ സ്പോൺസർ കൊട്ടാരക്കരയിൽ നിന്ന് മിനി സിംസൺ ആണ്. താങ്ക് യു സിസ്റ്റർ മിനി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഏപ്രിൽ 6 മകൻ ആൻസിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ആൻസൺ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാനും മകൻ ദൈവ പൈതലായി വളരുവാനും കർത്താവെ അങ്ങയുടെ കൃപ പകരണമേ. മകൻ്റെ ദ്രവിച്ചുപോയ പല്ലുകളുടെ സ്ഥാനത്ത് പുതിയ പല്ലുകൾ വന്ന് പല്ലുകൾ ആരോഗ്യത്തോടെ വളരുവാൻ ഞങ്ങൾ ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുന്നമേ ഈ വ്യാഴം, വെള്ളി, ശനി 3 ദിവസങ്ങളായി നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ഡിവൈൻ എക്സ്ചേഞ്ചിനെ കുറിച്ച് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പറയുകയാണ്. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ രാവിലെ മുതൽ വൈകിട്ട് ഏതാണ്ട് 4 മണി വരെയാണ് മീറ്റിംഗ് നടക്കുന്നത്. പക്ഷേ ഗുഡ് ഫ്രൈഡേ സർവീസ് സാധാരണ പോലെ തന്നെ രാവിലെ 10 മണി മുതൽ ഉച്ചവരെയുള്ള മീറ്റിംഗ്. അതിന് പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ പ്രത്യേകിച്ച് ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ട് ഈ ദൈവിക സമാധാനത്തിൻ്റെ സീരീസ്? ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരുടെങ്കിലേക്ക് ഉള്ളിൽ സമാധാനം വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ റേഡിയേറ്റ് ചെയ്ത്, എന്തൊക്കെയോ ഇമ്പാർട്ട് ചെയ്ത്, എന്തൊക്കെയോ പുറപ്പെട്ട് ദൈവത്തിൽ നിന്നും നിങ്ങളിലേക്ക് ഒന്ന് സെറ്റിൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, പീസ് ഈസ് എ സെറ്റ്ലർ ഓൺ ദ സൺസ് ഓഫ് പീസ്. സമാധാന പുത്രന്മാരിൽ വന്നു വസിക്കുന്ന ഒന്നാണ് ദൈവിക സമാധാനം. ഇപ്പോൾ ബൈബിളിൽ സമാധാന പുത്രന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ഭവനങ്ങളിലും കാണും സമാധാന പുത്രന്മാർ. ഒരു വീട്ടിൽ സമാധാന പുത്രന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം ഗ്രീറ്റ് ചെയ്യുമ്പോൾ, ഷാലോം എന്ന് പറയുമ്പോൾ, അവിടെ വന്ന് അവരിലങ്ങ് സെറ്റിലാവും. പിന്നെ വിട്ടുപോകില്ല, അവിടെ ഇരിക്കുക, അവരുടെ അകത്തിരിക്കുക സമാധാനം. ദിസ് ഈസ് എ സ്പിരിച്വൽ ട്രാൻസ്ഫർ. എന്നാൽ ഒരു വീട്ടിൽ സുവിശേഷകന്മാർ ചെന്ന്, ദൈവദാസന്മാർ, അഭിഷിക്തന്മാർ ചെന്ന് നിന്നിട്ട് പറയാണ്, പീസ് ബി അപ്പോൺ യു, ഷാലോം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങളിൽ സമാധാനം വസിക്കട്ടെ എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. ഈ സമാധാനം ഇവിടുന്ന് പുറപ്പെട്ട് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫറാണ്. ഇതെവിടെ നിന്ന് വന്നതാണ്? ഒറിജിനലി ദിസ് ഈസ് കമ്മിങ് ഫ്രം ഹെവൻ. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന സമാധാനമാണ്. ഇത് ഇവിടെ ഡൗൺലോഡ് ഇവിടെ വരെ കൊണ്ടുവന്നത് സമാധാന പ്രഭുവാണ്. സമാധാന പ്രഭുവായ യേശു ഇവിടെ കൊണ്ടുവന്ന ദൈവിക സമാധാനം എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് പുറപ്പെട്ട് കാൻഡിഡേറ്റ്സിനെ നോക്കുകയാണ്. ആരാണ് കാൻഡിഡേറ്റ്സ്? സൺസ് ഓഫ് പീസ്. സമാധാന പുത്രന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വന്ന് വസിക്കുന്നു. പിന്നെ ഹീ ബിക്കംസ് എ കാരിയർ ഓഫ് പീസ് ആൻഡ് ഹീ ബിക്കംസ് എ പീസ് മേക്കർ. അങ്ങനെയാണ് ഈ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അവരെ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുന്നത്. കാരണം ദൈവപുത്രൻ്റെ ജോലിയാണ് സമാധാനം ഉണ്ടാക്കുക. യഥാർത്ഥ ദൈവപുത്രൻ സമാധാനം ഇവിടെ കൊണ്ടുവന്നു. ഇനി ആരെങ്കിലും സമാധാനം ഉണ്ടാക്കുന്ന ജോലി ചെയ്താൽ അവരെല്ലാം വിളിക്കുന്നത് ദൈവപുത്രന്മാരെന്നാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ പുത്രനായി? സഹോദരിമാർക്കൊക്കെ കൈവക്കാട്ടോ. ഐ വാണ്ട് ടു ബി എ പീസ് മേക്കർ. ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്, ഐ വാണ്ട് ടു ബി എ പീസ് മേക്കർ. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട്, ഐ വാണ്ട് ടു ബി എ പീസ് മേക്കർ. എനിക്ക് സമാധാന പുത്രനാകണം.
ഞാൻ എവിടെയെങ്കിലും ചെന്നാൽ അവിടെ സമാധാനം ഉണ്ടാണ്. പക്ഷെ പലരും ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ചില ആളുകൾ അകത്തോട്ട് കയറി അവരങ്ങ് സംസാരം തുടങ്ങുമ്പോൾ ഉള്ള സമാധാനം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി തർക്കമായി പ്രശ്നമായി. ചില ആളുകളെ ഓപ്പോസിറ്റ് പരിപാടിയാണ്. അസമാധാനമുണ്ടാക്കുന്നവർ ശപിക്കപ്പെട്ടവർ, എൻ്റെ ഓപ്പോസിറ്റ് പറയാം, അവർ പിശാചിൻ്റെ പുത്രന്മാരാകും. അങ്ങനെയല്ലേ പറയാൻ കഴിയും? അത് പിശാചിൽ നിന്നാണ് കലഹം, അഭിപ്രായ വ്യത്യാസം, ഡിസഗ്രിമെൻ്റ്, തമ്മിൽ തല്ല്, ഇതെല്ലാം ഉണ്ടാകുന്നത് പിശാചിൻ്റെ ആത്മാവിൽ നിന്നാണ്. പിശാച് കലക്കത്തിൻ്റെ ആത്മാവാണ്. ദൈവം കലക്കത്തിൻ്റെ ആത്മാവല്ല, സമാധാനത്തിൻ്റെ ആത്മാവാണ് ദൈവം. ഒരു വചനം വായിച്ചോട്ടെ, ഐസായ 26 and verse number 3. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, യു വിൽ കീപ് ഇൻ പെർഫെക്റ്റ് പീസ് ദോസ് ഹൂസ് മൈൻഡ്സ് ആർ സ്റ്റെഡ്ഫാസ്റ്റ് ബിക്കോസ് ദേ ട്രസ്റ്റ് ഇൻ യു. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അപ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, യു വിൽ കീപ് ഇൻ പെർഫെക്റ്റ് പീസ് ദോസ് ഹൂസ് മൈൻഡ്സ് ആർ സ്റ്റെഡ്ഫാസ്റ്റ്. പെർഫെക്റ്റ് പീസ് വേണമെങ്കിൽ മനസ്സ് സ്ഥിരമായിരിക്കണം. ബിക്കോസ് ദ ട്രസ്റ്റ് ഇൻ യു. അവർ നിന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അഥവാ ആശ്രയിക്കുന്നത് കൊണ്ട് അവരുടെ മനസ്സ് ഉറയ്ക്കുന്നു. സ്ഥിരമാനസൻ ആകുന്നു, അല്ലെങ്കിൽ സ്ഥിര മനസ്സുണ്ടാകുന്നു. അവർക്കാണ് പെർഫെക്റ്റ് പീസ് ഉണ്ടാകുന്നത്. അതായത് മനസ്സെപ്പോഴും ഇങ്ങനെ കലങ്ങി മറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇരുമനസ്സുള്ള, മനസ്സിലിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കല്ല പൂർണ്ണ സമാധാനം കിട്ടുന്നത്. ദൈവത്തിൽ ആശ്രയം വെച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, സ്ഥിരമായി മനസ്സുറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പൂർണ്ണ സമാധാനം അനുഭവിക്കാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. എത്ര പേർക്ക് വേണം? പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശയ്യാവിൻ്റെ പുസ്തകം 26:3 പറയുന്ന പെർഫെക്റ്റ് പീസ്, പൂർണ്ണമായ ദൈവിക സമാധാനം ഞങ്ങളിപ്പോൾ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളെ കർത്താവെ നീ ക്യാൻസൽ ചെയ്യണമേ. എല്ലാ ഹൃദയങ്ങളിലും അത് മാറിപ്പോട്ടെ. എന്നിട്ട് കർത്താവെ നിന്നിൽ ഉറയ്ക്കാൻ എല്ലാവരെയും കർത്താവെ നീ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നത്. നെഞ്ചിലേക്ക് കൈവച്ചൊന്ന് സ്വീകരിക്കാമോ? കർത്താവെ, നിൻ്റെ പൂർണ്ണ സമാധാനത്തെ ഞാൻ സ്വീകരിക്കുന്നു. പറ, ഐ റിസീവ് യുവർ പെർഫെക്റ്റ് പീസ്. ഐ റിസീവ് യുവർ പെർഫെക്റ്റ് പീസ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ഐ റിസീവ് യുവർ പെർഫെക്റ്റ് പീസ്. ഞാൻ നിൻ്റെ പൂർണ്ണ സമാധാനത്തെ സ്വീകരിക്കുന്നു. പറ, നിൻ്റെ പൂർണ്ണ സമാധാനത്തെ സ്വീകരിക്കുന്നു. പ്രാർത്ഥിക്കുക, കർത്താവ് എൻ്റെ മനസ്സിലെ ചാഞ്ചാട്ടങ്ങൾ മാറ്റണമേ. ഇടയ്ക്ക് വിശ്വാസം, ഇടയ്ക്ക് വിശ്വാസമില്ല, വിശ്വാസത്തിൻ്റെ ചാഞ്ചാട്ടങ്ങൾ, അങ്ങനെയൊക്കെയുള്ളത് കർത്താവ് എന്നിൽ നിന്ന് മാറ്റി സ്ഥിരമാനസനാക്കി എന്നെ മാറ്റണമേ. പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. ഇനി ഈ ഷാലോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുക. എത്ര പേർക്ക് കേൾക്കണം? ഹലോ, ഷാലോം എൻ്റെ ജനറൽ മീനിങ്ങിലേക്ക്, ഇംഗ്ലീഷിലാണെങ്കിൽ ജനറൽ പീസ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷിൽ ജനറലി നമുക്ക് എന്താ മനസ്സിലാകുന്നത്? പീസ് എന്ന് പറയുമ്പോൾ പീസ് മീൻസ് എ ടൈം ആൻഡ് ദർ ഇസ് നോ ഡിസ്റ്റർബൻസ്, അല്ലേ? മനസ്സിൽ ഡിസ്റ്റർബൻസ് ഇല്ലാതെ, അസ്വസ്ഥതയില്ലാതെ സ്വസ്ഥമായിരിക്കുന്ന ഒരനുഭവം. where there is calmness and tranquility, ഒരു വലിയ ശാന്തത, ഒരു വലിയ സ്വസ്ഥത. അതിനെയാണ് സമാധാനമെന്ന് ജനറലി നമ്മൾ പറയുന്നത്. എന്നാൽ സ്ക്രിപ്ചറൽ മീനിങ്ങിലേക്ക് നമ്മൾ പോകാൻ പോവുക. ഫോർ എക്സാമ്പിൾ, ഹീബ്രു മീനിങ് എടുക്കാം. എബ്രായ ഭാഷയിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? The Hebrew word shalom has a rich and multifaceted meaning. ഈ ഷാലോം എന്ന് എബ്രായ ഭാഷയിൽ പറയുമ്പോൾ നമ്മൾ സാധാരണ സമാധാനമെന്നോ പീസെന്നോ മറ്റു ഭാഷകളിൽ പറയുന്നത് പോലെ അല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എബ്രായ ഭാഷയിൽ ദാറ്റ് ഈസ് പ്രഗ്നൻറ്റ് വിത്ത്, ഇറ്റ് ഈസ് സോ മീനിങ് ഫുൾ, മൾട്ടി ഫാസറ്റഡ് മീനിങ് ആണ് അതിനുള്ളത്. ഉദാഹരണത്തിൻ്റെ ഓരോന്നോരോന്നും കുറിച്ച് വയ്ക്കുക. നമ്പർ 1 എഴുതുക, കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിടുക. പീസ് മീൻസ് റെസ്റ്റ്,
വിശ്രമം. വിശ്രാമം എന്നും ഒക്കെ ഒരു പദം കാണാറുണ്ട്. ഇൻ അതർ വേർഡ്സ്, ദ ട്രാങ്കിൾ സ്റ്റേറ്റ് ഓഫ് എ സോൾ. നമ്മുടെ പ്രാണനിൽ, നമ്മുടെ ദേഹിയിൽ, മൈൻഡ് ഇമോഷൻസ് ചേർന്ന ആ പാർട്ടിൽ ദ ട്രാങ്കിൾ സ്റ്റേറ്റ്, അവിടെ ഒരു ട്രാങ്കിൾ അറിയാലോ, ക്വയറ്റ് വാട്ടേഴ്സ് എന്ന് പറയുന്നത് ശാന്തമായി കിടക്കുന്ന, ശാന്തമായിരിക്കുന്ന ഒരനുഭവം. അതാണ് ഒന്നാമത്തെ മീനിങ്. നമ്പർ 2, ഹോൾനെസ്. ഇത് ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ്. ഹോൾനെസ് എങ്ങനെ പറയാം? സമ്പൂർണത, കംപ്ലീറ്റ്നെസ്, ഇൻറ്റഗ്രിറ്റി, വെൽബീങ്, ക്ഷേമം എന്നൊക്കെയുള്ളൊരർത്ഥമാണുള്ളത്. ഹോൾനെസ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിപ്പോയാൽ അത് ഫ്രാഗ്മെൻസായി, പീസസായി, കഷ്ണങ്ങളായി പോകും അല്ലേ? എന്നാൽ അതിൻ്റെ ഹോൾനെസ് ഉണ്ടെങ്കിൽ, അത് മുഴുവനായും സമ്പൂർണ്ണതയിൽ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് കോൾഡ് ഷാലോം. എബ്രായ ഭാഷയിലെ കാര്യമാണ് ഈ പറയുന്നത്. തീരുന്നില്ല. അടുത്തൊരു മീനിങ് ആണ്. നമ്പർ 1, പീസ്, ജനറലി പീസ് അല്ലെങ്കിൽ റെസ്റ്റ്. നമ്പർ 2, ഹോൾനെസ്. നമ്പർ 3, ഹാർമണി. അത് ഭയങ്കര എനിക്കിഷ്ടമുള്ളൊരു വേർഡാണ് ഹാർമണി. ബാലൻസ്, സ്റ്റെബിലിറ്റി, യൂണിറ്റി, പീസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ആ ഒരു ഇതിനെയാണ് ഹാർമണി എന്ന് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ എൻ്റെ മലയാളം പറയേണ്ടത്? രമ്യത അല്ലേ? രമ്യമായ അവസ്ഥ അല്ലെങ്കിൽ യോജ്യതയുടെ അവസ്ഥ, വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഐക്യത. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങും സമാധാനവും ഉള്ള ഒരു ഹാർമോണിയസ് സിറ്റുവേഷൻ. അതാണ് ഹാർമണി. ഹാർമണി എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സംഗീതത്തിലൊക്കെ ഉപയോഗിക്കുന്നൊരു വേർഡാണ് ഹാർമണി. എന്ന് വെച്ചാൽ ഈ പല മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പല നോട്ട്സും പല ടോൺസും ഒക്കെ അവതാളത്തിലായാൽ, പല രീതിയിലായാൽ അവിടെ ഹാർമണിയില്ല. ഹാർമണി എന്ന് പറയുമ്പോൾ വയലിനും ഗിറ്റാറും സിത്താറും പെർക്കഷൻ ഇൻസ്ട്രുമെൻസും വിൻഡ് ഇൻസ്ട്രുമെൻസും എല്ലാം കൂടെ കറക്റ്റ് നോട്ട്സും കറക്റ്റ് റിതവും കറക്റ്റ് ടെമ്പോ എല്ലാം കൂടി വന്നിട്ട് ഒരു മ്യൂസിക് പീസ് വന്നു കഴിഞ്ഞാൽ, ഒരു മ്യൂസിക്കൽ പീസ് ഉണ്ടെങ്കിൽ, ഹാർമോണിയസ് ആയിട്ട് അത് പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹാർമണി. ശരിയാണല്ലോ? സോ അത് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, ജീവിതത്തിൽ വരുമ്പോൾ, ദാറ്റ് ഈസ് ഷാലോം, ഷാലോം, ഷാലോം. അവതാളങ്ങളില്ലാതെ, അപസ്വരങ്ങളില്ലാത്ത ഒരനുഭവം. നമ്പർ 4, പ്രോസ്പെറിറ്റി. Can you believe? ഷാലോം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഐശ്വര്യം, സമൃദ്ധി, അഭിവൃദ്ധി അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മീനിങ്സ് കേൾക്കണോ? ഫ്ലറിഷിങ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് ശക്തമായി പറഞ്ഞ ഒരു വേർഡാണ് ഫ്ലറിഷ്. സങ്കീർത്തനം 92:12-13 തുടങ്ങി ആദ്യം പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിച്ചു. അതിനുശേഷം എ സീസൺ ഓഫ് റഹബോത്ത് കർത്താവ് സംസാരിച്ചു. അതിനകത്ത് ഫ്ലറിഷ് വരുന്നുണ്ട്. എബണ്ടൻസ്, ഭയങ്കരമായ സമൃദ്ധി, ആൻഡ് ഗുഡ് ഫോർച്യൂൺ, നന്മ, സമ്പത്ത്, ഇതെല്ലാം ഷാലോമിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒരാളോട് ഷാലോം എന്ന് പറഞ്ഞാൽ ചുമ്മാ നിങ്ങൾക്ക് സ്വസ്ഥമായിരിക്കുക, സമാധാനം ഉണ്ടാകട്ടെ എന്നല്ല എൻ്റെ അർത്ഥം. അതിനപ്പുറത്ത് ഒരു വളരെ സമ്പുഷ്ടമായ, സമ്പന്നമായ ഒരു മീനിങ് ഷാലോമിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഹലോ ഹലോ ഹലോ, ഐ ആം റിയലി എക്സൈറ്റഡ്. എൻ്റെ ബാറ്ററിയൊക്കെ ശരിക്കും ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ സ്റ്റേജിൽ വല്ലതുമാണ് ശുശ്രൂഷിച്ചിരുന്നതെങ്കിൽ ഞാൻ അവിടെ കൂടി നടന്നേനെ. ഞാനിവിടെ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് മൈക്രോഫോണിൻ്റെ മുമ്പിൽ. ഈ ക്യാമറ വിട്ട് ഓടാനും സാധ്യമല്ല. ഐ ആം എക്സൈറ്റഡ്. നമ്പർ 5, സേഫ്റ്റി. ഷാലോമിനകത്തുള്ള മറ്റൊന്നാണ് സുരക്ഷിതത്വം, സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ, റെഫ്യൂജ്. ഇതൊക്കെ ഈ അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. സേഫ്റ്റി, ഷാലോം എന്ന് വെച്ചാൽ യു ആർ സേഫ്. നിങ്ങൾ സുരക്ഷിതനാണ്, സുരക്ഷിതയാണ്. അതാണ് ഷാലോം. തീരുന്നില്ല. 6മതൊരർത്ഥം ഷാലോമിന് തരാൻ പോകുന്നത് ദിസ് ഈസ് സംതിങ് ഹ്യൂജ്. പറയുന്ന ഇതാണ്, ദ യുണീക്ക് പീസ് ഓഫ് ദ മസായ. മശിഹ നൽകുന്ന
ക്രിസ്തു നൽകുന്ന, ഈ ലോകത്തിന് തരാൻ കഴിയാത്ത, ഈ ലോകത്തിന് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ കഴിയാത്ത നിസ്തുല്യമായ ഒരു സമാധാനം. അതാണ് ഷലോം എന്നതിൻ്റെ അർത്ഥം. 6 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ നോട്ട്സ് കറക്റ്റാണോ നോക്കിക്കോ. നമ്പർ 1 റെസ്റ്റ്, പീസ് അല്ലെങ്കിൽ റെസ്റ്റ്. നമ്പർ 2 ഹോൾനെസ്, സമ്പൂർണത. നമ്പർ 3 ഹാർമണി, രമ്യത, യോജിപ്പ് എന്നൊക്കെ പറയുന്നത്. നമ്പർ 4 പ്രോസ്പെറിറ്റി, അഭിവൃദ്ധി, സമൃദ്ധി. നമ്പർ 5 സേഫ്റ്റി, സുരക്ഷ. നമ്പർ 6 ദ യുണീക്ക് പീസ്, ദ യുണീക്ക് ഷാലോം, ദ യുണീക്ക് പീസ് ഓഫ് ദ മെസ്സായ. മശിഹ നൽകുന്ന, ചുറ്റിലൊക്കെ എന്തൊക്കെ നടന്നാലും അകത്ത് ഡീപ്പ് ഡൗൺ ഇൻസൈഡ് നഷ്ടപ്പെടാത്ത ഒരു ദൈവിക സമാധാനം. ആർക്ക് വേണം? കൈ ഉയർത്തി ഉറക്കെ പറ ഷാലോം. എല്ലാവരും കേട്ടോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഉറക്കെ പറ ഷാലോം. ഷാലോമിൻ്റെ അകത്ത് ഈ 6 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ചെറിയ പരിപാടിയാണോ? എല്ലാവരും ടൈപ്പ് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ. ഷാലോം, 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 ഷാലോം. ടൈപ്പ് ചെയ്യുക ഷാലോം, ഷാലോം. ഇപ്പം ഈ ജൂയിഷ് കൾച്ചറിൽ ഇപ്പം നമ്മളങ്ങോട്ട് ഇപ്പം മലയാളത്തിൽ എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യയിലോട്ടൊക്കെ കയറുമ്പോൾ തന്നെ അവിടുത്തെ എയർ ഹോസ്റ്റുമാരൊക്കെ പറയും നമസ്തേ. അപ്പോൾ ഭാരതത്തിൽ ഒരു ഗ്രീറ്റി അനുഭവിക്കുന്ന, പുറത്തൊക്കെ ചെല്ലുമ്പോൾ ഇതറിയാവുന്ന ആളുകൾ ഇന്ത്യക്കാരാണെന്ന് കാണുമ്പോൾ എയർപോർട്ടിൽ വെച്ച് അവരും പറയും നമസ്തേ. ഇങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്ന പല പരിപാടികളും, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, ഇതൊക്കെ ഉണ്ട്. എന്നാൽ ജൂയിഷ് കൾച്ചറിൽ ഇസ്രായേലിലേക്ക് പോയാൽ എവിടെ ചെന്നാലും ഷലോം, 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 ഷലോം. ഇതാണ് അവിടുത്തെ പരിപാടി. പക്ഷേ ഈ ഷാലോമിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ ഈ പാക്കേജിൽ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? Shalom is often used as a greeting, wishing others peace, wholeness, well-being, harmony, safety, etc., etc., etc. ചുരുക്കി പറഞ്ഞാൽ ഷാലോം ഷോസ് ഗുഡ് ഹെൽത്ത്, good relationship between people, prosperity in life, success, victory. It covers almost all aspects of a prosperous life. അനുഗ്രഹിക്കപ്പെട്ട, ഐശ്വര്യമുള്ള, അഭിവൃദ്ധിയുള്ള, സമൃദ്ധിയുള്ള നല്ലൊരു വിജയകരമായ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും കവർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഷാലോമിനുള്ളത്. നിങ്ങൾക്ക് സമാധാനം. യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു പല പ്രാവശ്യം ഉയർത്തെഴുന്നേറ്റ ശേഷമൊക്കെ പല പ്രാവശ്യം കർത്താവ് പറഞ്ഞാണ് ഷാലോം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അകത്തൊരു സ്വസ്ഥത ഉണ്ടാവും, ശാന്തതയുണ്ടാവും. നോ, ആരോഗ്യം, സുരക്ഷിതത്വം, ഹാർമണി തുടങ്ങി ഐശ്വര്യം, ഭൗതികമായ വിടുതലുകളും ഐശ്വര്യവും തുടങ്ങി സകലവും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതാണ് ഷാലോം. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സമാധാനം കൊണ്ടുവന്നു, ഷാലോം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഉറക്കെ പറഞ്ഞ ഷാലോം, ഹലോ ഷാലോം. ഇനി ഗ്രീക്ക് ഭാഷയിൽ, ഗ്രീക്കിലാണല്ലോ പുതിയ നിയമം എഴുതപ്പെട്ടത്, അതിൽ പറഞ്ഞിരിക്കുന്ന വേർഡ്, ഷാലോമിന് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഐറീൻ എന്നാണ്. കൃത്യം പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. EIRENE, ഐറീൻ എന്നുള്ളൊരു വേർഡ്. ഇതിനും ഒരു ബ്രോഡ് മീനിങ്, ഷാലോം പോലെ തന്നെ ഒരു വലിയ അർത്ഥഗർഭമായ ഒരു വേർഡാണ് ഐറീൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു മെൻ്റൽ കാംനെസ് എന്നതിനപ്പുറത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാം ഈ ഷാലോമിൻ്റെ കീഴിൽ വരുന്നുണ്ട്. സോ ബിബ്ലിക്കലി സ്പീക്കിംഗ്, പീസ് ഓർ ഷാലോം ഈസ് നോട്ട് ജസ്റ്റ് മെൻ്റൽ കാംനെസ്, but a collection of all these aspects under that word, shalom. So when Jesus says, I want to give you peace, I'm giving you peace, it does not just include mental rest, mental tranquility,
but it covers all the blessings and prosperity connected to human life. Shalom. And not only that, shalom is not the absence of war. ഇപ്പോൾ യുദ്ധം സമാധാനം, war and peace. ഈ പീസിൻ്റെ ഓപ്പോസിറ്റായി വാർ പറയാണ്ട് യുദ്ധം കഴിഞ്ഞാൽ അതാണ് സമാധാനം. Shalom is not the absence of war, but the presence of wholeness. ഈ യുദ്ധമൊന്നുമില്ലാതെ പോരാട്ടങ്ങളില്ലാതിരിക്കുന്നൊരു സ്വസ്ഥം ആയ അനുഭവം എന്നതിനപ്പുറത്ത് അതിനകത്ത് ജീവിതത്തിൻ്റെ സമ്പൂർണ്ണത കിടപ്പുണ്ട്. എല്ലാവരും ഉറക്കെ പറഞ്ഞ ഷാലോം. അപ്പോൾ ഒരാൾ ഹലോ എന്ന് പറയുന്നതിന് പകരം ഒരാൾ പറയാം ഷാലോം എന്ന് പറഞ്ഞാൽ I greet completeness, wholesome on you. I greet prosperity on you. I wish health on you. I wish safety on you. I wish harmony in your life. അതാണ് അതിൻ്റെ അർത്ഥം. ഷാലോം. ഉറക്കെ പറഞ്ഞ ഷാലോം. ചുരുക്കി പറഞ്ഞാൽ ആ ഹാർമണി എന്ന് പറയുമ്പോൾ, ഹോൾനെസ് എന്ന് പറയുമ്പോൾ, ജീസസ് ടേക്സ് ബ്രോക്കൺ പീസസ് ഓഫ് അവർ ലൈഫ് ആൻഡ് ഹീ റിപ്പയർസ് അവർ ലൈഫ് ആൻഡ് ഗീവ്സ് us wholeness. തകർന്നു പോയ ഹൃദയങ്ങൾ, തകർന്നു പോയ വൈകാരിക മണ്ഡലം, തകർന്നു പോയ ആരോഗ്യം, തകർന്നു പോയ സാമ്പത്തികം, തകർന്നു പോയ സകലത്തെയും എടുത്തിട്ട് അതിനെ ഹോൾസം ആക്കി, ഹോൾനെസ് കൊണ്ടുവരുന്ന, ടോട്ടാലിറ്റി കൊണ്ടുവരുന്ന, ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് നൽകുന്ന ഒന്നാണ് യേശു നൽകുന്ന സമാധാനം. This is something huge. Hallelujah. Praise God. ജസ്റ്റ് ഒരു ഉദാഹരണം, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ദ ലോസ്റ്റ് സൺ, നഷ്ടപ്പെട്ട മകനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ധൂർത്തപുത്രൻ്റെ ഉപമ. അതിൽ ആ പിതാവിൻ്റെ അടുക്കിലേക്ക് ആ ബ്രോക്കൺ റിലേഷൻഷിപ്പ് അവൻ തിരിച്ച് മാനസാന്തരപ്പെട്ടു വന്ന് ആ ബ്രോക്കൺനെസ് മാറിക്കഴിഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായത് എന്താ? സമാധാനം, സന്തോഷം, സെലിബ്രേഷൻ, ഡാൻസിങ്, സംഗീതോപകരണങ്ങൾ വരുന്നു. അപ്പനും മകനും യോജിക്കുന്ന ബാക്കിയുള്ള കുടുംബാംഗങ്ങളും ബാക്കിയുള്ള ദാസിദാസന്മാരും എല്ലാം നൃത്തത്തിൻ്റെ ചുവടുകൾ വയ്ക്കുകയാണ്. That is a celebration. Shalom. Jesus is the peacemaker. And we are also peacemakers because we are following him. He has given us shalom. കർത്താവ് തന്ന സമാധാനം നമ്മുടെ അകത്തുണ്ട്. ഈ സമാധാനത്തിൽ നിറഞ്ഞ് ജീവിക്കാനും പോകുന്ന സ്ഥലങ്ങളിൽ സമാധാനം ഉണ്ടാക്കാനൊക്കെയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എത്ര പേർക്ക് ഇത് വേണം? എല്ലാവരും ഒന്നുകൂടെ കമൻറ്റ് സെക്ഷനിൽ ഷാലോം 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 ടൈപ്പ് ചെയ്യുക. ഷാലോം ഷാലോം ഷാലോം. കൂടെ കൂടെ പറയുക ഷാലോം. ഷാലോം അകത്ത് സ്വീകരിക്കുക. കൈ ഉയർത്തി പിടിക്കുക. കർത്താവേ, ജനങ്ങളുടെ അകത്തേക്ക് ഞാൻ കർത്താവ് നിൻ്റെ നാമത്തിൽ വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഒക്കെ ഷാലോം, ദൈവിക സമാധാനം, യേശു ക്രിസ്തു നൽകുന്ന, കർത്താവ് നൽകുന്ന സമാധാനത്തെ ഞാനിപ്പോൾ റിലീസ് ചെയ്യുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഷാലോം, ദൈവിക സമാധാനത്തിൽ അവർ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൈകൾ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവേ, ഈ ഷാലോമിൻ്റെ ട്രാൻസ്ഫറിലൂടെ ആരോഗ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, രമ്യതയുണ്ടാകട്ടെ, ഹാർമണി ഉണ്ടാകട്ടെ, യൂണിറ്റി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യമുണ്ടാകട്ടെ, സമൃദ്ധി ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ, ഐശ്വര്യക്കേട് മാറിപ്പോട്ടെ, അരിഷ്ടതകൾ മാറിപ്പോട്ടെ, ദാരിദ്ര്യം മാറിപ്പോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ, രോഗദുഃഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ, രോഗക്കിടക്ക കർത്താവ് മാറ്റിവിരിക്കുന്നതിനായി നന്ദി. എന്തോ ഇന്ന് നടക്കുന്നുണ്ട് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കർത്താവിൽ വിശ്വസിക്കുക. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചില മാറ്റങ്ങൾ തരിക. ഈ കണ്ണിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. സർജറി കഴിഞ്ഞിട്ടും രക്ഷയില്ല. യേശുവിൻ നാമത്തിൽ കൈവച്ച് സ്വീകരിക്കുക. വിടുതലുണ്ടാകട്ടെ. ഹീൽ. ഈ തലയുടെ പുറകിൽ വേദനയുള്ള ആരെയും കർത്താവ് സൗഖ്യമാക്കുന്നത്. കഴുത്തിൻ്റെ വേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സന്ധിവാദം, ആമവാദം സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ബ്ലഡ് റിലേറ്റഡ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. സാമ്പത്തിക വിടുതലുണ്ടാകട്ടെ. ജോലി ലഭിക്കട്ടെ. ഭവനങ്ങളുണ്ടാകട്ടെ. ദൈവത്തിൽ നിന്നുള്ള ഐശ്വര്യം കുടുംബങ്ങളിൽ വന്ന് നിറയട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ്, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. പരിശുദ്ധാത്മാവ് എല്ലാവരെയും സ്പർശിച്ചതിനായി നന്ദി.
താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഫാദർ. യേശുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ. ഐ ആം റിയലി ഫുൾ ഓഫ് ദ സ്പിരിറ്റ്, ഹല്ലേലൂയ. അന്തരീക്ഷം മാറി. അടുത്ത ദിവസങ്ങളൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ മൂടൽമഞ്ഞ് പോലെ സമാധാനം എന്ന് നിറഞ്ഞു നിൽക്കും. ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക, വാട്സപ്പ് സ്റ്റേറ്റസിലിടുക. ഗോഡ് ബ്ലസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.